നമസ്തേ. RMP നേതാവ് TP ചന്ദ്രശേഖരനെ 51 വെട്ടിലൂടെ വധിച്ച കേസിൽ ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട CPM ക്രിമിനലുകളായ TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നിവർക്ക് ഇളവ് നൽകാനുള്ള നീക്കവുമായി സർക്കാർ. വിടുതൽ ആവശ്യപ്പെട്ടുള്ള ഇവരുടെ അപ്പീൽ തള്ളി ഈയിടെ ശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കിയ ഹൈക്കോടതി വിധി മറികടന്നാണ് വിട്ടയക്കാനുള്ള നീക്കം. സർക്കാർ നിർദ്ദേശപ്രകാരം ശിക്ഷാ ഇളവ് ലഭിക്കേണ്ട തടവുകാരുടെ പട്ടിക ജയിൽ ഉപദേശക സമിതി തയ്യാറാക്കിയപ്പോഴാണ് ഈ 3 കൊടും ക്രിമിനലുകളെയും അതിൽ ഉൾപ്പെടുത്തിയത്. ശിക്ഷാ ഇളവിന് മുന്നോടിയായി പോലീസ് റിപ്പോർട്ട് തേടി കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്ത് നൽകി. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടവർ 20 വർഷം കാലാവധി പൂർത്തിയാക്കും വരെ ഒരു തരത്തിലുള്ള ഇളവിനും അർഹരല്ലെന്ന ഹൈക്കോടതിയുടെ സുപ്രധാനവും ശ്രദ്ധേയവുമായ നിർദ്ദേശമാണ് സർക്കാർ കാറ്റിൽ പറത്തിയത്. ഈ പശ്ചാത്തലത്തിൽ ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. പാർട്ടി മാത്രമല്ല, സർക്കാരും കൊലയാളികൾക്ക് ഒപ്പമോ? ഇടത് സൈദ്ധാന്തികൻ ശ്രീ പണ്ഡ്യാല ഷാജി, RMP നേതാവ് ശ്രീ PJ മോൻഷി, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്ക എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ പണ്ഡ്യാല ഷാജി, സ്പെഷ്യൽ റെമിഷനായി തയ്യാറാക്കിയ കണ്ണൂർ സെൻട്രൽ ജയിലിലെ 56 തടവുകാരുടെ പട്ടിക പോലീസ് വെരിഫിക്കേഷനായി ഇക്കഴിഞ്ഞ 13-ാം തീയതി, ജൂൺ മാസം 13-ാം തീയതി സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയക്കുകയായിരുന്നു. ഇപ്പോൾ ഇന്ന് പുറത്തായ ഈ പട്ടികയിലാണ് TPയുടെ ഘാതകരായ 3 CPM കൊടും ക്രിമിനലുകളെയും ഉൾപ്പെടുത്തിയത്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈയിടെയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ഇരട്ട ജീവപര്യന്തമായി വർദ്ധിപ്പിച്ചതും 20 വർഷ കാലാവധി പൂർത്തിയാക്കും വരെ ഇവർക്ക് ശിക്ഷയിൽ ഒരു ഇളവും അനുവദിക്കരുതെന്ന് നിർദ്ദേശിച്ചതും. പിന്നെ എങ്ങനെയാവും സ്പെഷ്യൽ റെമിഷന് ഈ 3 കൊലയാളികൾ പരിഗണിക്കപ്പെട്ടത്? തീർച്ചയായും ഇതിനകത്ത് നമ്മൾ സാധാരണ പറയാവുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനമുണ്ട് മനുഷ്യന്മാർക്ക്. ഓപ്പണിംഗ് തന്നെ ഇത്തരം ഒരു വാക്ക് പ്രയോഗിക്കേണ്ടി വന്നതിൽ സത്യത്തിൽ ഞാൻ ഖേദിക്കുന്നു. ഈ ഉളുപ്പെന്ന ഒരു സംഭവം അടുത്തുകൂടെ പോകാതിരിക്കുന്ന ആളുകൾക്ക് ഇതും ഇതിനപ്പുറവും ആഭാസ ഒരു പൊളിറ്റിക് ബ്യൂറോ മെമ്പറാണ് ഈ പാർട്ടിയുടെ നേതാവായി കേരളത്തിലെ കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് വെച്ചുള്ള ഉപദേശക സമിതിക്കകത്ത് പ്രധാനിയായിരിക്കുന്ന ഒരാൾ P. ജയരാജനാണ് എന്ന് മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതുമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്ങനെയാണ് ഈ 3 പേരുകൾ ഇതിനകത്ത് വന്നത് എന്ന കാര്യത്തിനകത്ത് നിസ്സംശയം പറയാം ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരു ഉപദേശകന്മാരുടെ ഉപദേശത്തിന്റെ ഭാഗമാണത്. പക്ഷെ ഇതിനേക്കാൾ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു വിഷയം കിടക്കുന്ന എവിടെയാണെന്ന് പറഞ്ഞാൽ, ജയിലിനകത്ത് ഇരട്ട ജീവപര്യന്തമായി ശിക്ഷ വിധിച്ചിട്ട് ഹൈക്കോടതി ഒരു തരത്തിലുള്ള റിവിഷനും പാടില്ലെന്ന ഹൈക്കോടതിയുടെ കർശനവും ഖണ്ഡിതവുമായിരിക്കുന്ന ഒരു ജഡ്ജിമെന്റ് വന്നതിന് ശേഷം അത് കിട്ടില്ലെന്ന് ഉറപ്പായിരിക്കവേ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം അതിനകത്ത് പോയി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഒറ്റ അർത്ഥം മാത്രമേ ഇതിനകത്തുള്ളൂ. കോടതി നമ്മുടെ മുമ്പിൽ പ്രശ്നമല്ല, സാമാന്യമായിരിക്കുന്ന നിയമങ്ങൾ നമ്മുടെ മുന്നിൽ വിഷയമല്ല. എന്ത് സംഭവത്തെയും നമ്മളിത് അതിജീവിക്കുമെന്ന് പറഞ്ഞിട്ട് പൊതുജനത്തെ പറ്റിക്കുകയോ കബളിപ്പിക്കുകയോ ചെയ്തതിനേക്കാൾ ഉപരിയായി ഈ ശിക്ഷാവിധി വീണ്ടും ഇവരുടെ ഉയർത്തുന്ന ശിക്ഷാവിധി വരുന്നതിന് തൊട്ട് തലേ ദിവസമോ അതിന് 2 ദിവസം മുൻപോ പോലും ഇതിനകത്തെ പ്രതികളായിരിക്കുന്നവരെല്ലാവരും തന്നെ കരുതിയതും ഒരുപക്ഷെ പാർട്ടിക്കാർ ഇവരോട് പറഞ്ഞതുമെല്ലാം തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾ നിരുപാധികം വിട്ടയക്കപ്പെടുമെന്ന് പറയുന്ന ഒരു സന്ദേശമായിരുന്നു കൊടുത്തത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അത്തരമൊരു സന്ദേശത്തിന്റെ പിൻബലത്തിൽ സ്വാഭാവികമായും ജയിലിനകത്ത് നിന്ന് നിരുപാധികമായി ഇറങ്ങി വന്ന് വീണ്ടും പഴയ പോലെ തന്നെ എവിടെയൊക്കെ വേണോ പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമോ അത്തരത്തിലുള്ള എല്ലാ സംഭവം രാമേന്ദ്രൻ ആ ഘട്ടത്തിൽ വടകരയിലെ പരോളിലായിരുന്നു KC രാമേന്ദ്രൻ. ആ രാമേന്ദ്രനും ധരിച്ചു വെച്ചത് എന്താണ്? രാമേന്ദ്രനും ഇതിനകത്ത് ഒഴിവാക്കി കിട്ടുമെന്നാണ്. ഇത് ഒരു അവരുടെ ഒരു അന്തർബോധ്യമായി നിലനിൽക്കുമ്പോൾ അതിന് വെള്ളിടി പോലെയാണ് എന്ത് വന്നതെന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയുടെ ഈ സുപ്രധാനമായിരിക്കുന്ന ഒരു വിധി വന്നത്.
ആ വിധി വന്നതോടെ ഇതിനകത്ത് കിടന്നിരിക്കുന്ന എല്ലാ പ്രതികളുടെയും അവരുടെ സ്വപ്നങ്ങൾ എന്നേക്കുമായി തൽക്കാലത്തെങ്കിലും അടയുകയായിരുന്നു. ഈ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മുമ്പിലായിരിക്കുന്ന പ്രായോഗികമായിരിക്കുന്ന മാർഗം എന്താണ്? ഒറ്റ മാർഗം മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ. തങ്ങളെയെല്ലാം തന്നെ ായിരിക്കുന്ന മാർഗം എന്താണ്? ഒറ്റ മാർഗം മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ. തങ്ങളെയെല്ലാം തന്നെ ഇതിനകത്ത് വാടകക്കെടുത്ത് കൊണ്ടുപോയി കൊലയാളികളാക്കി ഇത് ചെയ്യിപ്പിച്ചിരിക്കുന്നവർ പുറത്ത് ഇപ്പോഴും എന്താ പറയാ ആർഭാടത്തിന്റെയും അധികാരത്തിന്റെയും ധൂർത്തിന്റെയും ഭാഗമായി അർമാദിച്ച് ജീവിക്കുമ്പോൾ ഞങ്ങൾ ഇതിനകത്ത് കിടക്കുന്നതിനെതിരെ സ്വാഭാവികമായി ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം ഞങ്ങൾ എവിടെയെങ്കിലും വിളിച്ചു പറയുമെന്ന് അവർ പലതവണ മുന്നറിയിപ്പ് നൽകിയതായും പിന്നെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരികയാണ് എങ്കിൽ ഈ കേസ് ഇപ്പോഴും തന്നെ പൂർത്തിയായിട്ടില്ലല്ലോ. സുപ്രീം കോടതി വരെ പോകേണ്ടതിരിക്കുന്ന കേസാണിത്. ഇതിനകത്ത് യഥാർത്ഥത്തിൽ കൊല്ലിക്കുന്നതിന് ആധികാരികമായി ഉത്തരവ് ഉറപ്പെടുപ്പിച്ചിരിക്കുന്ന മഹാപാതകികൾ ആരൊക്കെയാണ് എന്ന് ഇനിയും തിരിച്ചറിയേണ്ടതുണ്ട്. ആ തിരിച്ചറിയുന്നവരുടെ പേരുകൾ ഇവർ വിളിച്ചു പറയുമെന്നുള്ള ഭയത്തിൽ നിന്നാണ് ഈ ഭീരുക്കളായിരിക്കുന്ന ഇവർ സത്യത്തിൽ എന്തു ചെയ്തത്? ഇത്തരത്തിലുള്ള ഒരു പുകമറയുണ്ടാക്കി ഇവർക്ക് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇവരുമായി ബന്ധമുള്ള ആളുകളെടുത്തും ഇവർ പ്രചരിപ്പിച്ചു. അതിന്റെ ഫലം എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് നാട്ടുകാരോട് വിഷയമാണ്. അത് മാത്രമല്ല നീതിന്യായ നിർവഹണത്തിലെ കോടതിയെ പരസ്യമായി വെല്ലുവിളിക്കലുമാണത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം വെച്ചിരിക്കുന്നവർക്കെതിരെ കോടതിയെ സമീപിക്കാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ അത് ചെയ്യണമെന്ന് ഞാൻ ഈ ടിവിയുടെ ചർച്ചയിൽ പ്രാഥമികമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് ശ്രീ മോൻസി, ടി പി ചന്ദ്രശേഖരനെ കൊന്നത് ഇപ്പോഴും ഞങ്ങളല്ല എന്ന് CPM ആവർത്തിക്കുകയാണ്. പക്ഷേ ജയിലിനകത്തും പുറത്തും ഈ കൊലയാളികൾക്ക് എല്ലാ പരിരക്ഷയും അത് പാർട്ടിയും അതുപോലെ സർക്കാരും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ 3 പേരെ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 3 പേർക്ക് സ്പെഷ്യൽ റെമിഷൻ കൊടുക്കണമെന്നൊരു നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. ഇപ്പം നേരത്തെ പണ്ഡ്യാല ഷാജി പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഇവരെയൊക്കെ വേണ്ട പോലെ സംരക്ഷിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കരുതൽ നൽകിയില്ലെങ്കിൽ നാളെ ഇവരൊക്കെ വല്ലതും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ സംസ്ഥാനം ഭരിക്കുന്നവർ തന്നെ അകത്താകുന്ന കാഴ്ച അതിന് നമ്മൾ സാക്ഷിയാവേണ്ടി വരും. പക്ഷേ എങ്കിലും നിയമം ഞങ്ങൾക്ക് ബാധകമല്ല, ഹൈക്കോടതി ഉത്തരവ് ഞങ്ങൾക്ക് ബാധകമല്ല. ആത്യന്തിക ലക്ഷ്യം ഈ കൊലയാളികളെ സംരക്ഷിക്കലാണ് എന്ന് ഊട്ടിയുറപ്പിക്കുകയല്ലേ ഇത്തരമൊരു നടപടിയിലൂടെ? ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് കേരളത്തിന്റെ നിയമവാഴ്ച അപകടത്തിലേക്ക് പോവുകയാണ്. മാത്രമല്ല ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെയും പരമോന്നത കോടതികളെയും ഭരിക്കുന്ന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ വെല്ലുവിളിക്കുകയാണ്. അതാണ് നമ്മളിവിടെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ സമയം വരെ CPM അതിൽ പങ്കുണ്ടെന്നോ CPM ആ കുറ്റം ഏറ്റെടുക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ CPM-ന് പങ്കില്ല എന്ന് പറയുമ്പോഴും CPM-ന്റെ ഏതാനും ഏറാൻമൂടികൾ ഒഴിച്ച് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം ഈ കൊലപാതകം നടത്തിയത് CPM ആണെന്നും അത് CPM-ന്റെ ഉന്നത രാഷ്ട്രീയം ഗൂഢാലോചന നടത്തി അവരുടെ തീരുമാനമാണ് ഒരു പരിചയവും മുൻപരിചയം ഇല്ലാത്ത പ്രതികളെ കൊണ്ട് ഈ കൊലപാതകം ചെയ്യിച്ചതെന്നും ഇതിന്റെ വഴികൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരു സംഗതി, എങ്ങനെയാണ് ആസൂത്രിതമായി കൊലപാതകം നടത്തുക, ആ കൊലപാതകത്തിൽ നിന്ന് പ്രതികളെ എങ്ങനെയാണ് രക്ഷിച്ചെടുക്കുക, ഇത് കൃത്യമായി CPM ഗവേഷണം നടത്തിയിട്ടുണ്ട്. അത് അവര് അക്കാര്യത്തിൽ ഒരു പരിധിവരെ പലപ്പോഴും വിജയിച്ചു പോയിട്ടുമുണ്ട്. ഇപ്പൊ ഈ ചന്ദ്രശേഖരൻ കൊലപാതകം തന്നെ നടന്ന അന്ന് തന്നെ ആ കൊലപാതകത്തെ വഴിതിരിച്ചു വിടാൻ ഇപ്പൊ ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ വാചകങ്ങൾ പോലും പത്രങ്ങളിലും മാധ്യമങ്ങളിലും നമ്മളൊക്കെ നേരിട്ട് കേട്ടതാണ്. പിന്നീട് അത് CPM-ലേക്ക് വരുന്നു. അതിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ വീണ്ടും പാർട്ടി ഇടപെടുകയാണ്. അങ്ങനെയാണ് ആ ഒരു ഘട്ടത്തിൽ ആ കേസ് നിർത്തുന്നത്. P. മോഹനൻ മാഷിൽ വെച്ച് ആ കേസ് അവസാനിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഈ കേസ് കൃത്യമായി അല്പം കൂടി ജാഗ്രതയോടെ അന്വേഷിച്ച് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു സംശയമില്ല, ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഈ ഗൂഢാലോചനയില് പ്രതിയായി വരുമായിരുന്നു. അതിലൊരു സംശയമില്ല. അത് വീണ്ടും വീണ്ടും ശരിവെക്കുന്ന രീതിയിലാണ് സർക്കാരിന്റെ ഇന്ന് അടക്കം പുറത്തു വന്ന ഈ വാർത്ത തെളിയിക്കുന്നത്. ഈ കേസിലെ പ്രതികളെ ഏറ്റവും മാന്യമായി സംരക്ഷിക്കണമെന്നും ഇവർക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കണമെന്നും ഒരുപക്ഷെ
പല മാധ്യമങ്ങളിലും വന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് കേസിലെ ജയിലിലെ ഉദ്യോഗസ്ഥന്മാരെ ട്രാൻസ്ഫർ ചെയ്യുന്നതും എവിടെയൊക്കെ അവർ ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും ഈ TP കേസിലെ പ്രതികളാണ്. ഈ പ്രതികളെ തന്നെ പോലീസ് പിടിച്ചപ്പോൾ അവർ പോലീസിനോട് വെളിപ്പെടുത്തിയ ചില വിവരങ്ങൾ കണ്ണൂരിൽ എത്രയോ കൊലപാതകങ്ങളിൽ ഇവർ ഏർപ്പെട്ടിട്ടുണ്ട്. ഇവര് CPM ആവശ്യപ്പെടുമ്പോൾ രംഗത്ത് വരികയും കൊലപാതകം നടത്തുകയും ഭംഗിയായി രക്ഷപ്പെട്ടു പോവുകയുമാണ് ചെയ്തിരുന്നത്. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ TP ചന്ദ്രശേഖരൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടപ്പോഴാണ് ഇതൊക്കെ പുറത്തു വരുന്നത്. ഇതൊക്കെ കേരളത്തിന്റെ മുൻപിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് അകത്ത് നമ്മളെയൊക്കെ പഠിപ്പിക്കുന്നത് 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നാണ്. അതുകൊണ്ട് തന്നെ കോടതിക്കകത്ത് ഇത്തരം കേസുകൾ എന്താ പറയാ തലമുടി നാരി ഇഴകീറി പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ച് ഒരു ചെറിയ എന്താ പറയാ ആനുകൂല്യം കിട്ടിയാൽ കുറ്റവാളിയാണെങ്കിലും അവർ ചിലപ്പോൾ രക്ഷപ്പെടും. ഈ ചന്ദ്രശേഖരൻ കേസിലുണ്ടായത് പ്രതികൾ വിചാരണ കോടതി ശിക്ഷിച്ചു. അതിനുശേഷം ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ പോയപ്പോ ഹൈക്കോടതി ഈ കേസ് നല്ലോണം പരിശോധിച്ച് ഈ ശിക്ഷയൊക്കെ ഇരട്ടിയാക്കി കൊടുത്തു. അത് കേരളീയ സമൂഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇവർക്ക് ഇവിടെ കൊടുത്ത ശിക്ഷ പോരെന്ന് മാത്രമല്ല എങ്ങനെയൊക്കെ ഇവർ ആ ശിക്ഷ നടപ്പിലാക്കണമെന്നും കോടതി അർത്ഥഗർഭമായി പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. അതിൽ ഇവർക്ക് ഒരുവിധ ആനുകൂല്യങ്ങളും കൊടുക്കരുത്, 20 വർഷം ശിക്ഷ അനുഭവിക്കണമെന്നാണ്. സ്വാഭാവികമായും നേരത്തെ നമ്മുടെ സഖാവ് പാണ്ഡ്യാല ഷാജി സൂചിപ്പിച്ചതുപോലെ ഈ പ്രതികൾ അകത്ത് കിടന്നാൽ അത് CPMന്റെ ഉന്നത നേതൃത്വത്തിൽ ആർക്കൊക്കെയോ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഇവരെ രക്ഷപ്പെടുത്തുന്നത് ഇത്ര വലിയ ജാഗ്രത കാണിച്ചു. എന്തു വന്നാലും വിരോധമില്ലെന്നാണ്. ഈ പ്രതികളെ രക്ഷപ്പെടുത്തണം. ആ അവസ്ഥയിലേക്ക് CPM എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇത് രാജ്യത്തെ മുഴുവൻ ജനങ്ങളും പ്രതിഷേധിക്കേണ്ടതാണ്. ഒരു സംശയവും വേണ്ട. ഇവർ ഇതില് കൊലപാതകം നടത്തിയവരാണെന്നും ഇതിന്റെ പുറകിൽ ആസൂത്രണമുണ്ടെന്നും കോടതിക്കും ബോധ്യമായി, ജനങ്ങൾക്ക് ബോധ്യമായി, എല്ലാവർക്കും ബോധ്യമായി. ഇപ്പോൾ അവർക്കാണെങ്കിൽ എന്താ പറയാ എല്ലാ പ്രതികൾക്കും ഒരേ സമയത്ത് പരോൾ കൊടുക്കുകയാണ്. ഇവരാണെങ്കിലോ അകത്ത് കിടന്ന് തന്നെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്യാണ്. അവര് കുഴൽപ്പണ ഇടപാടും സ്വർണം തട്ടിക്കലും എന്തൊക്കെയോ കുറ്റകൃത്യങ്ങൾ, മൊബൈൽ ഫോൺ ഉപയോഗിക്കും. ഇതൊക്കെ മാധ്യമങ്ങൾ വഴി കേരളീയ സമൂഹം കാണുകയാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ അറിയാലോ, കേരളത്തിനകത്ത് CPM ശരിക്കും പറഞ്ഞാൽ 20 സീറ്റിലും തോറ്റു. അത് എന്തൊക്കെ കണക്കുകൾ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും ഇടതുപക്ഷം പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇത് കണക്കുകൾ പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാകും. എന്നിട്ട് ഞങ്ങൾക്കൊരു കുഴപ്പം സംഭവിച്ചിട്ടില്ല എന്നുള്ള മട്ടില് ഞങ്ങൾ തെറ്റിതിരുത്താൻ പോകുന്നതൊക്കെ ഒരു ഭാഗത്ത് പറയുമ്പോഴാണ് ഇത്രയേറെ കേരളം ചർച്ച ചെയ്ത സഖാവ് ചന്ദ്രശേഖരന്റെ കൊലപാതകം, ഒരുപക്ഷെ ആ കൊലപാതകം ഇന്നും എന്നും എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം ആ കൊലപാതകം നടത്തിയ രീതിയാണ്. അത് ഒരു ജനാധിപത്യ സമൂഹത്തിന് അംഗീകരിക്കാവുന്ന രീതിയിലല്ല. തങ്ങളുടെ എതിരാളികളെ, തങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന നാവുകളെ എന്ത് വില കൊടുത്തും അരിഞ്ഞു തള്ളുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി പോവുക, ഇത് ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമല്ല. ഒരു സംശയവും വേണ്ട, ഇത് കേരളീയ സമൂഹം അംഗീകരിക്കില്ല. നിയമപരമായി തന്നെ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെ വ്യവഹാരം നടത്താൻ കഴിയും അതൊക്കെ ഞങ്ങൾ പരിശോധിക്കും വേറെ രീതിയിൽ. പക്ഷേ ഇത് കേരളത്തിനകത്തെ മുഴുവൻ ജനങ്ങളും ഇപ്പൊ അതിന് എന്താ പറയാ ഈ വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്താത്തവരായ CPMന്റെ അനുഭാവികളും പ്രവർത്തകർ പോലും, എനിക്ക് സൗഹൃദമുള്ള ഒരുപാട് ആളുകൾ ഇന്നടക്കം ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം സംസാരിക്കുമ്പോൾ പറയുന്നത് അവർ പോലും മൂക്കത്ത് വരികയാണ്. ഇത് എന്തൊരു കഷ്ടമാണെന്ന് CPMന്റെ അനുഭാവികൾ പോലും പറഞ്ഞു തുടങ്ങി. എന്നിട്ടും പിണറായി വിജയനും കുറച്ച് ആളുകൾക്ക് അത് മനസ്സിലാവില്ല. ഇത് ധാർഷ്ട്യമാണ്, ഇത് ധിക്കാരമാണ്, അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഇതിന് വലിയ വില CPM കൊടുക്കേണ്ടി വരും, ഒരു സംശയമില്ല. ശ്രീ പാണ്ഡ്യാല ഷാജി, ഇനിയിപ്പോൾ ഇത് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന് പറ്റിയ പിഴവാണ്, അല്ലെങ്കിൽ ഈ ജയിൽ കാര്യാലയത്തിന് സംഭവിച്ച പിഴവാണ്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് സംഭവിച്ച പിഴവാണ് എന്നൊക്കെ പറഞ്ഞ് കൈമലർത്തും. അതല്ലേ സാധാരണയായിട്ട് നടക്കാറുള്ളത്? അതല്ലേ ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ ചാരി രക്ഷപ്പെടും. പക്ഷേ കൃത്യമായി നോക്കൂ, ആ ലിസ്റ്റ് നോക്കിയാൽ മതി നിങ്ങൾ. അതിൽ 56 പേര്, 56 പേരിൽ എൻ്റെ നാട്ടുകാർ കുറേ പേരുണ്ട് കേട്ടോ. ആ കൊളശ്ശേരി കാവുംഭാഗം ഏരിയയിലുള്ള പലരും ഉണ്ട്. എല്ലാം CPMകാരാണ്, എല്ലാം CPMൻ്റെ പ്രവർത്തകരാണ്. ഈ 56 പേരും CPMകാരാണ്. അത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പാട്യം, പത്തായക്കുന്ന്, പിന്നെ പൊന്ന്യം, അവിടങ്ങളിലൊക്കെ ഉള്ളവരെയാണ്. അപ്പോൾ സർക്കാർ വിട്ടയക്കുന്നത്, ഈ റെമിഷൻ കൊടുക്കുന്നത് എല്ലാം പാർട്ടിക്കാർക്കാണെന്ന് വ്യക്തമാണ്. നമ്മൾ അതുകൂടി നോക്കണം കേട്ടോ. ഈ 3 പേരെ മാത്രമല്ല, 3 പേർക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ. മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഈ CPM തടവുകാർക്ക് തന്നെയാണ്, CPMൻ്റെ കൊലയാളികൾക്ക് തന്നെയാണ്, കൊലയാളി സംഘത്തിന് തന്നെയാണ് ആനുകൂല്യം ലഭിക്കുന്നത് എന്നതും ഗൗരവത്തോടെയല്ലേ കാണേണ്ടതാണ്.
അത് തീർച്ചയായും തന്നെയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പോടുകൂടി, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി വന്നിട്ട് ഒരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം, CPM എന്ന് പറഞ്ഞൊരു പാർട്ടി സമ്പൂർണ്ണമായി ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കും. സമ്പൂർണ്ണമായി ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നു. ഈ ഒറ്റപ്പെട്ട ഒരവസ്ഥ ഈ ജനങ്ങളെ ഇനി അവർക്ക് സ്വാധീനിക്കണമെങ്കിൽ വീണ്ടും ആവർത്തിക്കാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുകയും പിന്നെ കീഴ്പ്പെടുത്തുകയും പാട്ട് വീണ്ടും ആവർത്തനമാണ് വാസ്തവത്തിൽ. ഈ ഭയപ്പെടുത്താനുള്ള ആളുകൾ പുത്തനായിട്ട് എനിക്ക് വരാനില്ല, ആരുമില്ല. ഈ വരാനില്ലാത്ത അവസ്ഥയിലാണ് പഴയ ആളുകളെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാച്ചാൽ വീണ്ടും ഡംപ് ചെയ്യുകയാണ് ഇതിനകത്തേക്ക്. ഈ ഡംപ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ ഒരു സൊസൈറ്റിയുടെ വളരെ സ്വാഭാവികമായിരിക്കുന്ന ജൈവിക പ്രക്രിയയുടെ പിന്നെ വികാസത്തെ, അതിൻ്റെ വളർച്ചയെ അത് തടയുന്ന അങ്ങേയറ്റം പ്രതിലോമകരമായ ഒരവസ്ഥയാണ് സത്യത്തിൽ ഇവരിത് നിർമ്മിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. കാരണം ഇതിന് ഈ പറയുന്ന CPM എന്ന് പറയുന്ന സംഘടനാ രൂപത്തിന് ഇനി പൊതുജനത്തിൻ്റെ മുമ്പിൽ അത് അതിജീവിക്കുക സാധ്യമല്ല. അതിജീവിക്കുക അസാധ്യമായി തീരുന്നത് അത്രമാത്രം ജനാധിപത്യ വിരുദ്ധമായതുകൊണ്ടാണ്. ജനാധിപത്യ വിരുദ്ധമായിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനും പിന്നെ കാലത്തെയും ചരിത്രത്തിൽ അതിജീവിക്കുക സാധ്യമല്ല. അത് തന്നെയാണ് ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ വന്നിരിക്കുന്ന. ബംഗാളിൽ പരാജയപ്പെട്ടു, 2ാം തവണ പരാജയപ്പെട്ടു. ഇതാ കേരളത്തിൽ 2ാം തവണ പരാജയപ്പെട്ടു. ത്രിപുരയിൽ 2ാം തവണ പരാജയപ്പെട്ടു. ഈ 2ാം തവണ പരാജയപ്പെടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്താ? തിരിച്ചു വരാനുള്ള സ്പേസ് നിങ്ങൾക്ക് പൊതുജനം നൽകുന്നില്ല എന്നതാണ്. ഈ പൊതുജനം നൽകാതെ വിധത്തിലാക്കുന്ന തിരിച്ചടി നിങ്ങൾക്ക് തരുമ്പോഴാണ് നിങ്ങൾ വീണ്ടും വന്ന് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ കണ്ണൂർ ജില്ലക്കകത്ത് കണ്ണൂർ ജില്ല, പാട്യം, കൊട്ടിയോടി, പിന്നെ നമ്മുടെ പിന്നെ കുളശ്ശേരി ഈ ഭാഗങ്ങളിൽ വരുന്നവരെല്ലാം തന്നെ എന്ന് പറഞ്ഞാൽ ഇവരെ മുഴുവൻ തന്നെ ഈ ക്രിമിനൽ വൽക്കരണത്തിലേക്ക് ഇവർ കൊണ്ടുപോയി തള്ളുകയാണ് ചെയ്യുന്നത്. കൊണ്ടുപോയി തള്ളുകയാണ്. അങ്ങനെ ഈ തള്ളിക്കഴിയുന്നതോടെ എന്താ പറഞ്ഞാൽ പിന്നെ ഇവരാണ് ആ സമൂഹത്തിനകത്തെ ഒരു ഫയൽമാൻമാരല്ല, ഇവരാണ് ആ പ്രദേശത്തിൻ്റെ അധികാരികളായി മാറുകയാണ്. ഈ അധികാരികളായി മാറുന്നവന് ഈ അതിൻ്റെ വേറൊരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഉദാഹരണമാണ് ഇപ്പം കഴിഞ്ഞ തേങ്ങാബോബ് കൊട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വന്നല്ലോ ഇവിടെ എരഞ്ഞോളിയിൽ. അതിനകത്ത് ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥന്റെ മകളായതുകൊണ്ടാണ് അവർ ഇത്ര ബോൾഡായി സംസാരിച്ചത്. വളരെ ബോൾഡായി സംസാരിക്കുകയാണ്. അവർ മിലിറ്ററി ഉദ്യോഗസ്ഥന്റെ മകളാണ്. ഞാൻ അവരെ കാണാൻ പോകാതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കാണാൻ പോയി ഒറ്റ വിഷയം കൊണ്ട് അത് വേറൊരു അമ്പട്ടപ്പെട്ടിയാവേണ്ടതുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത്. പക്ഷേ സംഭവം എന്ന് പറയാൻ ഇത്തരം ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നാണ് ആൾക്കാർ പറയുന്നത്. അതിന്റെ വിചിത്രത നിങ്ങൾ ആലോചിച്ചോക്കെ. അവർ വാസ്തവത്തിൽ സൈനിക സ്കൂൾ പഠിച്ച ഒരാളാണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന ആളാണ്. സൈലം പോലുള്ള വലിയ സ്ഥാപനങ്ങൾക്കകത്ത് അവർ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. അവരെ നിങ്ങൾ എന്താണ് പഠിപ്പിക്കുക? ഒരു ബ്രാഞ്ച് സെക്രട്ടറി അവർക്ക് എന്ത് ക്ലാസ്സാണ് അവർ കൊടുക്കുക? നമ്മൾ ആലോചിക്കണം. നമ്മുടെ സാമാന്യ ബുദ്ധിയുടെ വിഷയമില്ലേ? അപ്പൊ ഇതുപോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ പറയുന്നിടത്തേക്ക് അവർ നിന്നുകൊള്ളണമെന്ന് പറയാവുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് എത്ര വേദനാജനകമാണത്. ഒരു മനുഷ്യൻ ആലോചിക്കുന്ന ഒരു മനുഷ്യന്മാർക്ക് സ്വാഭാവികമായിട്ടും അതിനകത്ത് നിലനിന്ന് പോവുക സാധ്യമല്ലാതായി തീരും. ഇങ്ങനെ സാധ്യമല്ലാതായി തീർന്നു പോകുന്ന അവസ്ഥയിൽ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ ജയിൽ സൂപ്രണ്ടിനോ അല്ലെങ്കിൽ സൂപ്രണ്ടിനോ എന്താണ് ഈ പ്രതികളെ വിട്ടയക്കാൻ അവർക്ക് താല്പര്യമുള്ളത്? എന്ത് താല്പര്യമാണ് അവർക്കുള്ളത്? ഈ താല്പര്യത്തിന്റെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കാമെന്ന് ഉറപ്പ് നൽകുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം ജയിലിനകത്ത് വളരെ സെപ്പറേറ്റ് ആയിരിക്കുന്ന സമാന്തരമായിരിക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണമുണ്ട് എന്നാണ് അതിനർത്ഥം. ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണമുണ്ട് എന്നാണ്. ഈ ആഭ്യന്തര വകുപ്പിന്റെ ഇതായിരിക്കുന്ന നിയന്ത്രണമുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഡബിൾ ചെങ്കനായിരിക്കുന്ന അയാൾ എന്തിനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആഭ്യന്തരവും കൈകാര്യം ഒറ്റ കാര്യത്തിന് മാത്രമാണ്. അതായത് എന്റെ ഇംഗിതങ്ങൾ നടപ്പാക്കാൻ ഞാൻ നിശ്ചയിക്കുന്ന ആളുകൾ, ഞാൻ നിശ്ചയിക്കുന്ന വില മാത്രമേ നിങ്ങളെന്ന് പറഞ്ഞ ഏത് മനുഷ്യന്റെയും ജീവൻ വിലയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്ന ഇത്രയും തമ്മാടിത്തരമുള്ള ഒരാൾ കേരളത്തിലെ ഒരാൾ അധികാരിയായി തുടരുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അത് മാത്രമോ? അങ്ങനെ അതിന് സമാനമായിരിക്കുന്ന മാനസികാവസ്ഥയിലുള്ളയാൾ ജയിലിലെ ഉപദേശക സമിതിയുടെ വലിയ അധിപനുമായി മാറുക. നാട്ടിൽ വേറെ എന്തെങ്കിലും വേണ്ടി വരുമോ? ഞാൻ ജീവിക്കണമോ വേണ്ടയോ തീരുമാനിക്കാനുള്ള അവകാശം ഇവരുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സത്യത്തിൽ ഞാൻ എന്തിനാണ് ഇതുവരെ ജീവിച്ചത്? ഞാൻ എന്തിനാണ് ശ്വസിച്ചത്? ഞാൻ എന്തിനാണ് വായിച്ചത്? ഞാൻ എന്തിനാണ് പഠിച്ചത്? ഞാൻ എന്തിനാണ് സമരം ചെയ്തത്? ഇതല്ലേ ബേസിക്കായ ചോദ്യം? ഇതല്ലേ? നിങ്ങൾ ആരെങ്കിലും പറയുന്നത് കേട്ട് ജീവിക്കാനാണോ ഞാൻ ഈ ഭൂമിയിൽ പറന്നു വീണത്? ആണെന്ന് പറയാൻ എനിക്കിഷ്ടമല്ല. ഞാൻ എന്നെ സമൂഹത്തിനകത്തെ പെറ്റുവീണ് ആദ്യത്തെ കരച്ചിൽ എന്താണ്? ഭൂമിയുമായി പൊരുത്തപ്പെടാനാവാത്ത ഒരു കുഞ്ഞിന്റെ പ്രതിഷേധമാണ് ആദ്യത്തെ കരച്ചിൽ. അതാണ് ആദ്യത്തെ കരച്ചിൽ. ആ കരച്ചിൽ തൊട്ട് തന്നെ അവൻ പ്രകൃതിയുമായി സമൂഹവുമായി ഇണങ്ങിയും പിണങ്ങിയുമാണ് അവൻ വളരുന്നത്. വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹ്യ ബോധ്യത്തിലൂടെ അവൻ വളരുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അവനെ സ്വാധീനിക്കുന്ന രാഷ്ട്രീയ ആദർശങ്ങൾ എന്താണോ അതിന്റെ ഭാഗമായിട്ട് അവൻ മാറും. അതിന് പകരം ഈ കിടങ്ങളുടെ പുഴുതുരിക്കുന്ന ബുദ്ധിയിലുള്ളവരെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിധേയമായി ഞാൻ ജീവിക്കണമെന്ന് തീരുമാനിക്കാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? ഇതാണ് ബേസിക് ഫണ്ടമെന്റലായ ചോദ്യം. ഇതാണ് ജയിലിനകത്ത് നിന്ന് പോലും ആളുകളെ കൊല്ലാൻ കൊട്ടേഷൻ എടുക്കുക, എന്നിട്ട് അതെന്ത് ചെയ്യുക? അത് വലിയ വീരസാഹസിക കഥകളായി പ്രഖ്യാപിക്കുക. യാതൊരു ലജ്ജയും ഇല്ലാതെ
തെരഞ്ഞെടുപ്പിൽ ഇത്ര ദാരുണമായി പരാജയപ്പെട്ടും ഇന്നും വന്നു അയാൾ കണ്ണൂർ ജില്ലയിലേക്ക്. ഇന്നും കണ്ണൂർ ജില്ലയിലേക്ക് വരും 40 വാഹനത്തിന്റെ അകമ്പടിയിലാണ് ഇന്ന് രാജാവ് എഴുന്നള്ളിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇത് വരാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഉളുപ്പില്ലായ്മ എന്നല്ലാതെ വേറെ എന്താണ് പറയുക? ഇത് പറയുന്ന നമുക്കാണ് വാസ്തവത്തിൽ ഉളുപ്പ് എന്ന വാക്കിന്റെ തേയ്മാനം സംഭവിക്കുന്നത് ശരിക്ക്. കാരണം അത് വലിയ 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 വിലയുള്ള ഒരു വാക്കാണത്. ഇത്രമാത്രം ആളുകൾ ഇങ്ങനെ നിരാലംബമായി തീരുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പാതകങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. മറ്റൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ടുള്ള നെറ്റ്വർക്കും ഫ്രെയിംവർക്കും ഇവർ എത്ര കാലമായി തുടങ്ങി വെച്ചതായിരിക്കും ഇവർ ഈ സാധനം അല്ലേ? ഏതാണ്ട് 2000-ൽ പരം വരുന്ന ആളുകളാണ് ഈ കൊലക്കേസിനകത്തെ സാക്ഷികളായി മൊഴിയിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഈ 2000-ഓളം ആളുകൾക്ക് വാസ്തവത്തിൽ എന്ത് സെക്യൂരിറ്റിയാണ് ഇവർ നൽകുക? എന്ത് സെക്യൂരിറ്റിയാണ് ഈ സംസ്ഥാനത്തിലെ ആഭ്യന്തര വകുപ്പ് ഈ പൊതുജനത്തിന് ഇവർ കൊടുക്കും? എന്ത് സെക്യൂരിറ്റി ഇവർ കൊടുക്കും? ആരെയാണ് ഇവർ വെട്ടിക്കൊല്ലാൻ തീരുമാനിക്കുക? ആരെ കൊല്ലാന്നാ തീരുമാനിക്കുക? നാട്ടിലെ മുഴുവൻ സ്ഥലത്തും ബോംബ് കൊണ്ടുപോയി വെച്ചിട്ട് സ്ഥലത്തിനെന്തായി അറിയാം നിങ്ങൾ? LTTE ജാഫ്ന മേഖലയിൽ കുഴിബോംബ് വെച്ച പോലെയല്ലേ സംഭവം വെച്ചത്? ഇതുപോലെ വെച്ചിരിക്കുന്ന ഒരു അവസ്ഥക്കകത്ത് അത് ആ പെൺകുട്ടി ചൂണ്ടിക്കാണിച്ചു വന്നതുകൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടിക്കെതിരായിട്ട് ഈ ആരോപണവും അല്ലെങ്കിൽ ആ പെൺകുട്ടി ആക്ഷേപിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ വരുന്നൊരു ചിത്രം ഉണ്ടായിട്ട് പോലും നിങ്ങൾക്ക് ഇതൊന്നും വിഷയമല്ല. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഇപ്പോഴും അനുസരിക്കണമെന്നാണ്. ആരനുസരിക്കും? എങ്കിൽ ഇവരോട് പൊതുജനം പറഞ്ഞത് ഇവരെന്താ അനുസരിക്കാത്തത്? ഇപ്പോഴും പറഞ്ഞതായ ഒറ്റ സാധനമാണ് പറഞ്ഞത്, ജനത്തിന് തെറ്റുപറ്റി എന്നാണ്. ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നല്ല പറഞ്ഞത്, ജനത്തിന് തെറ്റുപറ്റി. ആ തെറ്റ് ജനങ്ങളെ ബോധ്യപ്പെടും. 3ാമത്തെ സെന്റൻസ് ആണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അയാൾ TV ചാനലിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ കണ്ടതാണത്. ആദ്യത്തെ 2 തവണ അയാൾ തെറ്റിനെ കുറിച്ചെല്ലാം സംസാരിച്ചു. തെറ്റല്ല, അത്യാവശ്യം ചാരുകളെ കുറിച്ച് പോലെ. മൂന്നാമത്തെ തേർഡ് സെന്റൻസ് എന്താണെന്ന് പറഞ്ഞാൽ ജനത്തിന് തെറ്റുപറ്റി, അത് ഞങ്ങൾ തിരുത്തിപ്പിക്കുമെന്നാണ്. അപ്പോഴും ഇവരുടെ തെറ്റ് ഇതെന്താണ്? ഇവർ ചെയ്തത് മുഴുവൻ തന്നെ ശരിയാണ്. അപ്പൊ ഈ ശരി എന്ന് പറയുന്ന ശരിയാണ് ഈ ഭൂമിയിലെങ്കിൽ അതിനർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ. ഇയാൾ ധരിച്ചു വെച്ചിരിക്കുന്ന സംഭവം ഇന്ത്യക്ക് ഒരു ഭരണഘടനയില്ല എന്നും ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, അതൊരു ടോട്ടാലിറ്റേറിയൻ റെജീമിന്റെ അല്ലെങ്കിൽ ഒരു വിപ്ലവാനന്തര ഭരണകൂടത്തിന്റെ സോവിയറ്റ് യൂണിയനോ ചൈനയോ ആണെന്നാണ് ഈ വിഡ്ഢി ധരിച്ചു വെച്ചിട്ടുള്ളത്. അതാണ് ഇതിന്റെ പ്രശ്നം. ഇതാണ്. മറ്റല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച്, ഇന്ത്യയിൽ ഒരു ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്തിനകത്ത് ഒരു സംസ്ഥാനത്തെ അക്കച്ചത്ത് പോലുള്ള കേരളത്തിനകത്ത് മാത്രം അധികാരമുള്ള ഒരാൾ ഇതാണ് ചെയ്യുന്നത് എങ്കിൽ ഇയാളെങ്കാൻ ഇന്ത്യയുടെ അധികാരിയായാൽ മിസ്റ്റർ നമ്പ്യാർ ഒന്ന് സങ്കല്പിച്ചു നോക്കിയാൽ, ഇയാളുടെ പാർട്ടി അധികാരിയായാലൊന്ന് സങ്കല്പിച്ചു നോക്കിയാൽ. ഇതുകൊണ്ടാണ് ലോകത്തിലെ ഒരു രാജ്യത്തിനകത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചടിക്കുന്ന ഒറ്റ സ്ഥലത്ത് പോലും ഈ സാധനം പിന്നെ തിരിച്ചു വരാത്തതിന്റെ കാരണം ഇതാണ്. ഈ ബംഗാളിൽ വരാത്തതാണ്, ത്രിപുരയിൽ വരാത്തതാണ്. ഇനി ഇതാ ഈ കേരളത്തിൽ ഇത് തന്നെ സംഭവിക്കും. വേരറ്റ് പോയി മുറിയും ഈ സാധനം. ഇത് അതിന്റെ കൂതാശിയാണ് ഇയാൾ ചെയ്തു വെക്കുന്ന എല്ലാവിധ ഈ പറയുന്ന അധമത്വങ്ങളും. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ജനാധിപത്യം എന്നൊരു വാക്ക് ഇവർക്ക് ഉപയോഗിക്കാൻ മാത്രമുള്ളതല്ല, നമുക്ക് പ്രതിഷേധിക്കാനുള്ളതാണത്. ഇവർക്ക് ഉപയോഗിക്കാൻ മാത്രമാണ് ജനാധിപത്യം വേണമെന്ന് നാട്ടുകാരോട് പറയാനുള്ളതാണ്. പക്ഷേ നമുക്കത് പ്രതിഷേധിക്കാനുള്ള ഏറ്റവും വലിയ സമരായുധമാണത്. ആ സമരായുധത്തിന്റെ രാഷ്ട്രീയമാണ് വാസ്തവത്തിന് കോടതിയെ വെല്ലുവിളിക്കുക വഴി ഈ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അത് നടപ്പിലാക്കാൻ സാധ്യമല്ല. പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയാണ്, അതുകൊണ്ട് ഈ അർത്ഥത്തിൽ മാത്രമാണ് ഇതിനെ വിലയിരുത്തേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മിസ്റ്റർ നമ്പ്യാർ, നേരത്തെയും ഇതുപോലെ കൊടിസുനിയും കിർമാനി മനോജും ഉൾപ്പെടെയുള്ള ചില കൊലയാളികളെ വിട്ടയക്കാനുള്ള ശ്രമം നടന്നിരുന്നു. അന്നും മാധ്യമങ്ങൾ വളരെ ഫലപ്രദമായി ഇടപെട്ടു, ഇന്നത്തേതുപോലെ. അതുകൊണ്ടാണ് അന്നും അത് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞതും അതുകൊണ്ടാണ്. ഇന്നും മാധ്യമങ്ങൾ ഇടപെടുന്നു. വളരെ സമർത്ഥമായി ഈ 3 കൊലയാളികളുടെ പേര് റിമിഷനായിട്ടുള്ള ലിസ്റ്റിൽ അത് തിരികെ കയറ്റി മറ്റാരും ശ്രദ്ധിക്കാതെ ഇവർക്ക് ആ ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുക, പിന്നീട് പതുക്കെ ഇവരെ തടവറയിൽ നിന്ന് പുറത്തിറക്കുക. അതായിരുന്നു ഉദ്ദേശം. പക്ഷേ അത് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ്. എല്ലാ കാലത്തും മാധ്യമങ്ങൾക്ക് ഇങ്ങനെ ഇടപെടാൻ ആവുമോ എന്ന കാര്യത്തിലൊരു സംശയമുണ്ട്. ഒരുപക്ഷെ ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് ഇനി അവർക്ക് ആവശ്യമുള്ള, അവർക്ക് സ്നേഹമുള്ള, അവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന കൊലയാളികളെ ഇതുപോലെ പുറത്തിറക്കാനുള്ള ശ്രമം തുടരും ജാഗ്രതയിൽ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.